നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കേരളത്തിലെ ജൂതന്മാരുടെ കഥയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ജൂതന്മാർക്ക് ആക്റ്റീവായിട്ടുള്ള 8 സിനഗോഗുകളാണ് ഉള്ളത്. അതിൽ ഏറ്റവും വലുതും ഏറ്റവും പ്രധാനപ്പെട്ട സിനഗോഗാണ് നോർത്ത് പറവൂരിലുള്ള പറവൂർ സിനഗോഗ്. ഒരു കാലത്ത് ഇവിടെ വലിയൊരു ജൂത ടൗൺ ആയിരുന്നു. ഇന്നും അതിൻ്റെ അവശേഷിപ്പുകൾ നമുക്ക് കാണാം. ഈ പറവൂർ സിനഗോഗിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ജൂതപ്പള്ളിയാണ് പറവൂർ സിനഗോഗ്. കയറി വരുമ്പോൾ തന്നെ വിശാലമായുള്ള ഇരുനില പടിപ്പുര മാളിക നമുക്ക് കാണാം. പടിപ്പുര മാളികയിൽ നിന്നും വീണ്ടും നമ്മൾ ഒരു കവാടം കടന്ന് പ്രവേശിക്കുക. അതിനുശേഷം നീണ്ട ഒരു ഇടനാഴി, അതിനുശേഷം സ്ഥിതി ചെയ്യുന്ന പള്ളി, സിനഗോഗ്. ഇവയാണ് പറവൂർ സിനഗോഗിന്റെ പ്രത്യേകത. ഈ വീഡിയോയുടെ തുടക്കത്തിൽ കാണുന്ന 2 കൽത്തൂണുകൾ, ഇത് പഴയകാലത്ത് ഇവിടെ സ്ഥിതി ചെയ്തിരുന്ന ജൂതത്തെരുവിന്റെ തുടക്കമാണ്. ഈ തെരുവിലേക്കുള്ള സന്ദർശനം നിയന്ത്രിക്കുന്നതിനുമൊക്കെ ഈ തൂണുകളുടെ സ്വാധീനമുണ്ട്. കേരളത്തിലെ പല ജൂത തെരുവുകൾ പോലെ വളരെ പ്രധാനപ്പെട്ട തെരുവ് തന്നെയാണ് പറവൂർ സിനഗോഗിലുമുള്ളത് എന്ന് നമുക്ക് കാണാം. പല ഭാഗങ്ങൾ ചേർന്ന രീതിയിലാണ് ഈ സിനഗോഗ് പണി കഴിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ 2 നിലകളിലായുള്ള പടിപ്പുര, വിശാലമായ മുറ്റം, നീണ്ട ഇടനാഴി, തടിയിൽ തീർത്ത വലിയ വാതിലുകളും ഗോവണികളും, വെട്ടുകല്ലും ചുണ്ണാമ്പ് മിശ്രിതവും ചേർത്ത് കെട്ടിയ ചുമരുകൾ, വലിയ തൂണുകൾ, കൊത്തുപണികൾ ചെയ്ത മച്ച്, 2ാം നിലയിൽ സ്ത്രീകൾക്കായി പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ഇരിപ്പിടം, പ്രധാന സിനഗോഗ് അലങ്കരിച്ചിരിക്കുന്ന മനോഹരമായ തൂക്കുവിളക്കുകൾ, ഇതൊക്കെ ചേർന്നാണ് നമുക്ക് ഈ സിനഗോഗ് കാണാൻ കഴിയുക. കേരളത്തിലെ സിനഗോഗുകൾക്കുള്ള പ്രത്യേകത, കേരളത്തിലെ സിനഗോഗുകളിൽ സ്ത്രീ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. സിനഗോഗിൽ പ്രവേശിക്കുന്ന മുമ്പായിട്ടുള്ള അസാറ എന്ന് പറയുന്ന പ്രദേശത്താണ് പാദരക്ഷകളെല്ലാം ഉരുവെക്കേണ്ടത്. കേരളത്തിലെ സ്ത്രീകൾക്ക് ഈ സിനഗോഗുകൾക്കുള്ളിൽ പ്രവേശനം നൽകിയിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. വളരെ പഴക്കമുള്ള സിനഗോഗാണ് പറവൂർ സിനഗോഗ്. പഴയ കൊച്ചി രാജ്യത്തിന് പുറത്തുള്ള ഏക സിനഗോഗും ഇതാണ്. പലതവണ ഇത് പുതുക്കി പണിതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ആദ്യമായിട്ട് ഇവിടെ പള്ളി നിർമ്മിച്ചത് 1164 ആകാമെന്നാണ് ആൾക്കാർ കരുതുന്നത്. AD 1616 പുതുക്കി പണിതായിട്ട് ചുമരിലെ ഹീബ്രുവിലുള്ള കൽപ്പലകയിലുള്ള ലിഖിതം സാക്ഷ്യപ്പെടുത്തുന്നു. ഇത് 4ാം തല മുതലിയാറായ ഡേവിഡ് യാക്കോബ് കാസ്റ്റ്ലിയർ ആണ് ഇതിന് നേതൃത്വം നൽകിയത്. ഇത് 1616 1568 എന്ന് വാദിക്കുന്നവരുമുണ്ട്. നിരവധി പുരാതന വസ്തുക്കൾ ഭംഗിയായിട്ട് സൂക്ഷിച്ചിരിക്കുന്ന ഒരു ഇടവും കൂടിയാണ് പറവൂർ സിനഗോഗ്. ഇന്നതൊരു സിനഗോഗല്ല, മറിച്ചൊരു മ്യൂസിയം ആയിട്ടാണ്. വളരെ നന്നായിട്ടത് സംരക്ഷിച്ചിട്ടുണ്ട്. പുരാവസ്തു വകുപ്പിന്റെ കീഴിൽ ഗൈഡിനെ ഉൾപ്പെടെ നൽകിയാണ് ഇത് സംരക്ഷിച്ചിരിക്കുന്നത്. നിരവധി എഴുത്തുകളിലൂടെയൊക്കെ ഈ പഴയ സിനഗോഗിന്റെ ആചാരങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് കാണാം.
2 ചെപ്പേടുകളുടെ മാതൃകയും ഇവിടെ നൽകിയിട്ടുണ്ട്. ഏറ്റവും പഴക്കമുള്ള തരിസാപ്പള്ളി ചെപ്പേട് AD 849 വേണാട്ട് രാജാവായ സ്ഥാണുരവി മാർ സപ്പീർ ഈശോ എന്ന് പറയുന്ന വണിക്കിന് നൽകിയതാണ് ഈ ശാസനം. വട്ടെഴുത്തിലാണ് പ്രധാനമായിട്ടും ഈ ലിഖിതം വന്നിരിക്കുന്നത്. തമിഴിൽ നിന്നും മലയാളം വികസിക്കുന്നതിന്റെ സൂചനകളൊക്കെ ഈ തരിസാപ്പള്ളി ചെപ്പേടിൽ നമുക്ക് കാണാം. 25 പേരാണ് ഇതിന് സാക്ഷികളായിട്ട് ഒപ്പിട്ടിരിക്കുന്നത്. അതിൽ 4 ജൂതരുണ്ട്. ഇത് ഹിബ്രുവില് ജൂത പേരുകൾ ഒപ്പിട്ടിട്ടുണ്ട്. കേരളത്തിലെ ജൂത സാന്നിധ്യത്തിന്റെ ആദ്യത്തെ സൂചന ഇത് നമുക്ക് കാണാം. 10 ക്രൈസ്തവരുടെ പേരുകൾ പഹ്ലവി ലിപിയിലും 11 മുസ്ലിം പേരുകൾ ക്യൂഫിക് ലിപിയിലും ഈ ചെപ്പേടില് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് കാണാം. മറ്റൊന്നാണ് ജൂത ചെപ്പേട്. മൊയ്രിക്കോട് ഭരിച്ചിരുന്ന കുലശേഖര ഭാസ്കര രവിവർമ്മ ജൂത പ്രമാണിയായിരുന്ന ജോസഫ് റബ്ബാന് 5 വണ്ണവും മറ്റ് 72 പദവികളും അനുവദിച്ച് നൽകിയതാണ് ഈ ചെമ്പുപട്ടയം. 5 വണ്ണം ജൂതരുടെ കച്ചവട സംഘമാണെന്നാണ് കരുതപ്പെടുക. ഈ ജൂതരുടെ കച്ചവട സംഘത്തിന്റെ തലവനാണ് ജോസഫ് റബ്ബാൻ. വട്ടെഴുത്തിലാണ് ഈ ശാസനം നൽകിയിരിക്കുന്നത്. ഇത് ജൂതർക്ക് ലഭിച്ചിരിക്കുന്ന പദവിയും ശാസനവും ഒക്കെ പ്രത്യേകമായിട്ട് ഇവിടെ കുറിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ട് ഇവർക്ക് ലഭിച്ചിരിക്കുന്ന അവകാശങ്ങൾ ഇതൊക്കെയാണ്: ആനപ്പുറത്ത് കയറി സഞ്ചരിക്കുക, വാഹനങ്ങളിൽ കയറി സഞ്ചരിക്കുക, പകൽ വിളക്ക് കൊളുത്തുക, പരവതാനി വിരിച്ച് നടക്കുക, പല്ലക്കിൽ കയറുക, നെടുകുടയോ പട്ടുകുടയോ ചൂടുക, വടുകരെ കൊണ്ട് വാദ്യമടിപ്പിക്കുക, കാഹളമൂതുക, പടിപ്പുര പണിയുക, ചുങ്കം പിരിക്കുക എന്നിവയൊക്കെയാണ് ഇവർക്ക് നൽകിയിരുന്ന അവകാശങ്ങൾ. പ്രധാന സിനഗോഗിൽ കാണുന്ന ആർക്ക് അല്ലെങ്കിൽ ഹേക്കൽ ഇത് ഒരു വലിയ ഒരു സൂക്ഷിപ്പാണ്. തോറ വെക്കുന്നതിനുള്ള പേടകം ഈ ആർക്കിനുള്ളിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഇത് സോളമൻ രാജാവ് പണി കഴിപ്പിച്ച ദേവാലയത്തിന്റെ ആർക്കിന്റെ പ്രതിരൂപമായിട്ടാണ് എല്ലാ ജൂത സിനഗോഗുകളിലെ ആർക്ക് പണിയുന്നത്. ഇത് സീനായി മലയിൽ വെച്ച് മോശയ്ക്ക് ലഭിച്ച കൽപ്പലകകളൊക്കെ ഈ അതേ മാതൃക ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണാം. ഇപ്പോഴുള്ള ഈ ആർക്ക് പുതുതായിട്ട് സൃഷ്ടിച്ചിരിക്കുന്നതാണ്. യഥാർത്ഥത്തിലുള്ള ആർക്ക് ജെറുസലേമിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്നും നമുക്ക് അറിയാം. തോറ വായിക്കുന്നതിനുള്ള ഉയർന്ന ബലിപീഠം ആർക്കിന് അഭിമുഖമായിട്ട് സ്ഥിതി ചെയ്യുന്നതാണ് ബേമ. തേവ എന്നും ഇതിന് പേരുണ്ട്. ഇവിടുത്തെ പറവൂർ പള്ളിയിലെ ബേമയും ജെറുസലേം മ്യൂസിയത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളത് അതിന്റെ പകർപ്പ് മാത്രമാണ്. ബാൽക്കണിയിലുള്ള 2ാം ബേമ ഇത് കേരളീയർക്കുള്ള ജൂതപ്പള്ളിയിലെ ഒരു സവിശേഷതയാണ്. പ്രധാനപ്പെട്ട തിരുനാളുകളിൽ താഴെയുള്ള ബേമയിലല്ല മുകളിലുള്ള ബേമയിൽ നിന്നാണ് വായിക്കുന്നത്, വേദപുസ്തകം വായിക്കുന്നത്. ഇത് ബാൽക്കണിയിലുള്ള സ്ത്രീകൾക്കും വ്യക്തമായിട്ട് ഈ വായന കേൾക്കാൻ സാധിക്കും എന്നുള്ളത് നമുക്കറിയാം.
പറവൂർ സിനഗോഗിലും നീളമുള്ള ബെഞ്ചുകൾ, ഒറ്റത്തടിയിൽ തീർത്ത നീളൻ ബെഞ്ചുകൾ ഇപ്പോഴും കാണാം. ഇതിന് ആനയുടെ തുമ്പിക്കൈയുടെ രൂപത്തിലൊക്കെയാണ് ഇതിന്റെ മുൻഭാഗങ്ങൾ ഉള്ളത്. ഒറ്റത്തടിയിൽ തീർത്തതാണ് ഈ ബെഞ്ചുകൾ. വളരെയധികം പഴക്കമുള്ളതാണ്. ഇത് ഇവിടുത്തെ ഹെറിറ്റേജ് ആണ് എന്ന് നമുക്ക് കാണാം. ഇനി മിനിയാൻ എന്ന് പറയുന്ന ഒരു കൂട്ടം, ജൂത പാരമ്പര്യമനുസരിച്ച് പൊതു പ്രാർത്ഥനയ്ക്ക് മുതിർന്ന 10 പുരുഷന്മാരുണ്ടെങ്കിലേ അവരുടെ ഒരു കൂട്ടം ആവുകയുള്ളൂ. മിനിമം 10 പേര് വേണം. അതിനെയാണ് മിനിയാൻ എന്ന് പറയുക. സ്ത്രീകളില്ലാതെയാണ്, പുരുഷന്മാർ തന്നെ വേണം ഈ കൂട്ടം. ഇത് ജൂതരുടെ ഒരു പ്രത്യേകതയാണ്. അപ്പം ഇപ്പോഴാണെങ്കിലും പ്രാർത്ഥന നടക്കണമെങ്കിൽ 10 പേര് വേണം. അതുപോലെ തന്നെ ഈ പറവൂർ പള്ളി പ്രധാനപ്പെട്ട ഒരു വേദപഠന കേന്ദ്രമായിരുന്നു. അവരുടെ വേദപുസ്തകം വിശദീകരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കേന്ദ്രമാണ്. റബ്ബാനീം എന്നാണ് ഇത്തരം കേന്ദ്രങ്ങൾക്ക് പറയുക. ഇവിടെ അവരുടെ വേദപുസ്തകം പഠിപ്പിക്കുകയും വേദച്ചുരുൾ പകർത്തുകയും ഒക്കെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു. പടിപ്പരയ്ക്ക് മുകളിലുള്ള ഇടത്തായിരുന്നു ആ കേന്ദ്രം എന്ന് നമുക്ക് കാണാവുന്നതാണ്. കേരളത്തിലെ പല ജൂത സിനഗോഗുകളുണ്ട്. നമ്മൾ ഇപ്പോൾ തന്നെ പരദേശി സിനഗോഗ്, അതുപോലെ ചേന്ദമംഗലം സിനഗോഗ്, ഇതൊക്കെ ചിത്രീകരിച്ചിട്ടുണ്ട്. ഇനിയും സിനഗോഗുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ഇനിയുള്ളത് മാള, മട്ടാഞ്ചേരിയിലുള്ള കടവും ഭാഗം പള്ളി, പക്ഷെ അതിപ്പോൾ നിലവിലില്ല. തെക്കും ഭാഗം പള്ളി, ഇതൊക്കെയാണ് വളരെ പ്രധാനപ്പെട്ടതായിട്ട് സ്ഥിതി ചെയ്യുന്നത്. വളരെ വിശാലമായ ഇടനാഴികളോട് ചേർന്ന, വലിയ തൂണുകളോട് ചേർന്ന ഇടനാഴികളോട് ചേർന്ന ദേവാലയമാണ് പറവൂർ സിനഗോഗില്. ചെപ്പേടുകളുടെ മാതൃക വളരെ ഭംഗിയായിട്ട് സൂക്ഷിച്ചിരിക്കുന്നതും ഇവിടുത്തെ പ്രത്യേകതയാണ്. കല്ലിൽ തീർത്ത പഴയ ചിരാതുകളും ഡബിൾ മേസൺട്രി എന്ന് പറയുന്ന വാസ്തുവിദ്യയും ഒക്കെ നമുക്കിവിടെ കാണാം. ഡബിൾ മേസൺട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കൽഭിത്തിയോട് കൂടിയ കെട്ടിടം. ഇതിന്റെ ഈ ഭിത്തിയുടെ തിക്നെസ് വളരെ ശ്രദ്ധേയമാണ്. വളരെ വിശാലവും മനോഹരമായ ജനാലകളും പഴയകാല തടി കൊണ്ടുള്ള ഗോവണികളും ഒക്കെ ഇതിന്റെ പ്രത്യേകതയാണ്. കേരളത്തിലെ ജൂത സിനഗോഗുകൾക്ക് മാത്രം അവകാശപ്പെടാൻ സാധിക്കുന്ന കേരളീയ തനിമ നമുക്ക് ഈ സിനഗോഗുകളിലെല്ലാം കാണാം. വിശേഷിച്ച് പറവൂർ സിനഗോഗിൽ കാണാം. പടിപ്പുര വാതിലും നീണ്ട ഇടനാഴിയും ഒക്കെ കേരളീയരുടെ പ്രത്യേകതയാണ്. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് കേരള സംസ്കാരത്തിൽ ജൂതർക്കുണ്ടായിരുന്ന വേരോട്ടമാണ്. കേരളത്തിലെ സംസ്കാരവുമായി അവർ കൂടിച്ചേർന്നിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് ഇതെല്ലാം. വലിയ ചുറ്റുമതിലുകളാൽ തന്നെ സംരക്ഷിച്ചിട്ടുണ്ട്. പറവൂർ സിനഗോഗിന്റെ ചുറ്റും വലിയ ഉയരത്തിലുള്ള മതിലുകൾ കാണാം. പുറത്തുനിന്നും സ്ത്രീകളുടെ പ്രാർത്ഥനാ മുറിയിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള ഗോവണിയും നമുക്കിവിടെ കാണാം. നീണ്ട ഇടനാഴിയുടെ മുകളിൽ സ്ത്രീകൾക്ക് സഞ്ചരിക്കാനുള്ള വഴികളും ഒക്കെ നമുക്ക് കാണാം. എന്താണേലും കേരള പുരാവസ്തു വകുപ്പിന്റെ കീഴിൽ ഭംഗിയായിട്ട് ഇവിടെ സംരക്ഷിച്ചിരിക്കുന്നു. ഹീബ്രുവിലുള്ള നിരവധി ശവകുടീര ലിഖിതങ്ങളുമൊക്കെ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. മനോഹരമായ മരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന പള്ളി സമുച്ചയമാണ് നമുക്ക് പറവൂർ സിനഗോഗിൽ കാണാൻ കഴിയുക. ഏതൊരു സാധാരണക്കാരനും കൃത്യമായി മനസ്സിലാകത്തക്ക രീതിയിലുള്ള വിവരണവും ഇവിടെയുള്ള ഗൈഡുകളുടെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. പാസ് എടുത്താൽ നമുക്ക് ഗൈഡിന്റെ സേവനം ഉൾപ്പെടെയാണ് ലഭിക്കുക. യൂത സംസ്കാരത്തെക്കുറിച്ചൊന്നും ധാരണയില്ലാത്തവർക്കു കൂടി നല്ല രീതിയിലുള്ള വിവരണം നൽകുന്നുണ്ട്. ഡബിൾ ഹൈറ്റ് ഉള്ള പള്ളി നമുക്ക് പുറമേ നിന്ന് കാണാം. ഇനിയും ഈ പള്ളി കുറച്ചുകൂടി നവീകരിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഇതിനൊക്കെയുള്ള ഫണ്ട് സംസ്ഥാന സർക്കാർ നൽകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. കാരണം ഇതൊക്കെ കാലഘട്ടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട
അടയാളമാണ് എന്നുള്ളതിൽ തർക്കമില്ല. പഴയ പള്ളിയുടെ അവശേഷിപ്പ് ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട്. അതിൻ്റെ തറ സമീപത്തായിട്ട് സംരക്ഷിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. ഇത് പഴയ ജൂത സിനഗോഗിൻ്റെ ഭാഗം നിലനിർത്തിയിട്ടാണ്, പുതുതായിട്ട് അല്പസ്ഥാനം മാറിയിട്ടാണ് പുതിയ പള്ളി പണിതത്. പഴയ സിനഗോഗിൻ്റെ അവശേഷിപ്പുകൾ ഇപ്പോഴും സൂക്ഷിച്ചിരിക്കുന്നു. ഇതൊക്കെ കേരളത്തിലെ യഹൂദരുടെ പ്രാചീനതയെ വളരെ കൃത്യമായി വെളിപ്പെടുത്തുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നദീതീരത്തോടുള്ള സാമീപ്യവും ഇവിടുത്തെ പരമ്പരാഗത കച്ചവട സ്ഥലവുമെല്ലാം ജൂതരുടെ ഇവിടെ സാന്നിധ്യത്തെ വീണ്ടും ഉറപ്പിക്കുന്നതാണ്. ഇപ്പോൾ ഒരാൾ പോലും ജൂതരായിട്ട് ഇവിടെ ഇല്ലെങ്കിൽ പോലും പഴയകാല ജൂതരുടെ എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ ഭാവനയിൽ നിന്ന് കാണാൻ കഴിയും. ഈ സിനഗോഗുകളുടെ വാതിലുകളുടെ ഒരു പ്രത്യേകത, അതും കേരളീയ ശൈലിയിലുള്ളവയാണ്. തല കുനിച്ച് അകത്തേക്ക് കയറുക. അതിന് പറയുന്ന ഒരു വിവരണം നമ്മളുടെ അഹങ്കാരത്തെ ഒഴിവാക്കി തലകുനിച്ച് അകത്തേക്ക് കയറുക എന്നുള്ളതാണ്. അതിനാണ് ഈ വാതിലുകൾക്ക് അകത്ത് മറ്റൊരു ചെറുവാതിൽ കൂടി കൊടുത്തിരിക്കുന്നത്. വലിയ വാതിലുകളും തുറക്കാം, അതിന് ഉള്ളില് ചെറിയ വാതിൽ സാധാരണക്കാർ വരുമ്പോൾ അവർക്ക് കയറുന്നതിന് വേണ്ടിയിട്ടാണ്. പറവൂർ സിനഗോഗിനെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ജൂതന്മാരുടെ കേരളത്തിലെ യാത്ര ഇനിയും തുടരുന്നതാണ്. മറ്റൊരു നല്ല എപ്പിസോഡുമായി കാണുന്നത് വരെ ബൈ.